മറ്റക്കര സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കുട്ടി കർഷകർ സ്കൂളിന്റെ പരിസരത്തെ ഒരേക്കറിൽ ചെയ്ത ജൈവ കൃഷിത്തോട്ടവും പൂന്തോട്ടവും നാടിന് മാതൃകയാവുന്നു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ ഹെഡ്മാസ്റ്റർ സജിമോൻ ജോസഫാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. സ്കൂളിനോട് ചേർന്നുള്ള സ്ഥലത്ത് ചെറിയ രീതിയിൽ കൃഷി തുടങ്ങിയെങ്കിലും സ്കൂളിലെ ആവശ്യത്തിന് തികഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് FC കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ സെലിൻ സ്കൂളിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലം കുട്ടികൾക്ക് കൃഷിക്കായി വിട്ടുകൊടുക്കുകയായിരുന്നു. ഇപ്പോഴത്തെ മദർ സുപ്പീരിയർ സിസ്റ്റർ ഷാലറ്റും സഹായങ്ങൾ നൽകി. പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായി കുട്ടികളിൽ കാർഷിക അഭിരുചി വളർത്തുന്നതിനായി രൂപീകരിച്ച ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയും കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ സഹായകരമായി. പാവൽ, പടവലം, തക്കാളി, കോവൽ, പയർ, വെണ്ട, വഴുതന, വിവിധതരം മുളകുകൾ, വിവിധതരം ചീരകൾ, ചേന, ചേമ്പ്, കാച്ചിൽ, മത്തൻ, വെള്ളരി, കുമ്പളം ഇവയെല്ലാം ഇവിടെ കൃഷി ചെയ്തു വരുന്നു. വളമിടുന്നതും വെള്ളമൊഴിക്കുന്നതും കീടങ്ങളെ തുരത്തുന്നതും കുട്ടികൾ തന്നെ. പച്ചക്കറി കൃഷിയിൽ 100 മേനി നേടിയതോടെ മീൻ വളർത്തലും തേനീച്ച വളർത്തലും കോഴി വളർത്തലും കൂടി തുടങ്ങിയിരിക്കുകയാണ് കുട്ടി കർഷകർ. കുട്ടികളെ സഹായിക്കാൻ സ്കൂൾ അധ്യാപകരായ ജോയൽ ബിജു, സിജ ഷാജി, ജോബി ജെ, നൈസിമോൾ ജോസഫ്, PTA പ്രസിഡന്റ് ടിസ് ജോസ്, MPTA പ്രസിഡന്റ് അശ്വതി അനു, വാർഡ് മെമ്പർ ജാൻസി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. അകലക്കുന്ന കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. ഭാരതീയ പ്രകൃതി കൃഷി പാമ്പാടി ബ്ലോക്ക് തല LRP ഹരികുമാർ മറ്റക്കര കൃഷിയും മാലിന്യ സംസ്കരണം എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു.